ഹായ് ഹലോ. അപ്പോൾ നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകുന്നൊരു വീഡിയോ ആണിട്ടത്. അപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. അപ്പോൾ നല്ല ഉപ്പിട്ട് തിളച്ച വെള്ളമൊക്കെ ഗുളുഗുളു പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോൾ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ ട്രെയിനിലാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസത്തെ കാര്യം പറയാണ്ടിരിക്കുന്ന ഭേദം. നമുക്ക് വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മോനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് വേണേ നമുക്ക് വരാൻ. ഡോക്ടർക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും ഡ്യൂട്ടിയും ഇല്ല, ആകെ 2 ദിവസം മാത്രമേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ചേട്ടൻ ഓഫീസിൽ തിങ്കളാഴ്ച മാത്രമാണ് ലീവും. അങ്ങനെ ഒരുവിധം ഡോക്ടറിനോട് കാല് പിടിച്ച് സമ്മതിക്കും ഞങ്ങൾ തിങ്കളാഴ്ച വരാമെന്ന്. അപ്പോൾ ഡോക്ടർ പറയും ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വരുന്നത്, പക്ഷേ നിങ്ങൾ ഒരു 10 മണീനുള്ളിൽ നിർബന്ധമായിട്ട് എത്തണമെന്ന്. മോൻ്റെ സ്കൂൾ വാൻ വരുമ്പോഴത്തേക്കും 8:30 പിന്നെ മോനൊക്കെ കയറ്റി പിന്നെ സ്കൂട്ടി എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി സ്കൂട്ടി അവിടെ വെച്ച് പിന്നെ ട്രെയിനൊക്കെ കിട്ടി വരുമ്പോഴത്തേക്കും എങ്ങനെയാണെങ്കിലും ടൈം പിടിക്കും കേട്ടോ. പക്ഷേ മാക്സിമം ഞങ്ങൾ നേരത്തെ എത്താറുണ്ട്. അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെയോ നമ്മൾ ഓട്ടോ പിടിച്ച് അവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യത്തിന് നമ്മൾ വന്നപ്പോൾ ഡോക്ടർ റൂമിൽ ഉണ്ടായിരുന്നില്ല. രക്ഷപ്പെട്ടു കേട്ടോ. ഡോക്ടർ റൗണ്ട്സിന് പോയതായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ഇന്ന് ശരിക്കും എൻ്റെ കൈ കാണാം. ഞാൻ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലാണ്. എന്താണെന്ന് വെച്ചാൽ കൈ ഞാനും എങ്ങനെയാണ് സർജറി ചെയ്തേക്കുന്നത്, എവിടെയൊക്കെയാണ് സ്റ്റിച്ചുകളൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാനും ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഡോക്ടറൊക്കെ വന്ന് നമ്മളെ ഡ്രസ്സിങ് ചെയ്യുന്ന റൂമിലേക്ക് പോകാൻ പറഞ്ഞു. നേരെ അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പോൾ ഇതാണ് എബ്രഹാൻ ആണ് കേട്ടോ നമ്മുടെ ഡോക്ടറിൻ്റെ പേര്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണേ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. എപ്പോഴും നല്ല ചിരിച്ച മുഖത്തോടെ നല്ലൊരു ഡോക്ടറാണ് കേട്ടോ. ഇതാ കൈയൊക്കെ അയച്ചിട്ടോ. അയ്യോ, കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെയായി. കയ്യിൽ വലിയ സ്റ്റിച്ചും, അത് 2 സ്ഥലത്തൊരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ ആ നടുഭാഗത്തായിട്ട് അവിടെയാണല്ലോ നമ്മളെ വിരൽ കട്ടായത്. പിന്നെ നമ്മുടെ അവിടെ നിന്ന് ഞരമ്പ് നന്നായിട്ട് താഴേക്ക് വരെ വലിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൈപ്പത്തീൻ്റെ ഉള്ളിലായിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച്. അങ്ങനെ മരുന്നൊക്കെ വെച്ച് ഒക്കെ ചെയ്തു. എനിക്ക് ചേട്ടനും കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മരുന്നൊക്കെ വെച്ച് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് മരുന്നൊക്കെ വെച്ച് കെട്ടി നന്നായിട്ട് വാഷൊക്കെ ചെയ്ത് ഓയിൻമെൻ്റൊക്കെ വെച്ച് കേട്ടോ. ചെറിയ മുറിവും വലിയ കെട്ടുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അഴിക്കുമ്പോൾ പിന്നെ ഒരു ചെറിയൊരു കെട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ അതിലും വലിയ കെട്ടായിരുന്നു പിന്നെ ഡോക്ടർ കെട്ടിയത് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ ഈ സാധനം കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ചെറുപ്പത്തിൽ ഞാനിത് വിചാരിച്ചത് ബദാമാണെന്ന് കേട്ടോ. ഇത് നിറയെ പെറുക്കിയെടുത്തിട്ട് കല്ലും കൊണ്ട് കുത്തി ചതച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പെടുത്ത് തിന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നു അത് ബദാമാന്നേ. ഇപ്പോഴും അതെന്താ സാധനം കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും അത് ബദാമല്ല. പിന്നെ നമ്മൾ ബസ് കിട്ടി നേരെ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പാരഗണിലാട്ടോ പോയത്. അപ്പോൾ ചേട്ടൻ വന്ന് ഇവിടെ 35-40 രൂപയുടെ ചോറുണ്ടെന്ന്. അവിടെ നോക്കുമ്പോൾ ഒടുക്കത്തെ തിരക്ക്. നമ്മൾ അതിന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ട്രെയിന് പോകും. അതുകൊണ്ട് നമ്മൾ നേരെ ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടോ. ഫുഡൊന്നും കഴിച്ചില്ല. പാരഗണിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ചായ പോലും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓട്ടോയിൽ കയറി പോവുകയാണ് കേട്ടോ. പാരഗൺ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോട്ടലല്ലേ. അപ്പോൾ അവിടുത്തെ ബിരിയാണിയൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അവിടുത്തെ ചോറ് ഒക്കെ നല്ല ടേസ്റ്റാണ്. ചേട്ടൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തായാലും വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അവിടെ നിന്നും കിട്ടാത്തതിൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വരുത്തിന് നമുക്ക് എന്തായാലും നോക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടോ. അപ്പോൾ കൈ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉള്ളത്. ഒരു റബ്ബർ ബാൻഡൊക്കെ ചുരുട്ടി വലിച്ച് കെട്ടി തന്നിട്ടൊക്കെ ഉണ്ട്. അത് കൈ നിവർന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. കൈയല്ല, നമ്മുടെ ചൂണ്ടുവിരലേ. അങ്ങനെ ട്രെയിൻ വന്നു. എനിക്ക് വലിയ വേദനയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കൈ എപ്പോഴും ഇങ്ങനെ പൊന്തിച്ച് വെക്കാനാട്ടോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വെച്ച് എനിക്ക് അതായത് നമ്മുടെ ഷോൾഡർ മുഴുവൻ വേദന എടുക്കാൻ തുടങ്ങി. കൈയാണെങ്കിൽ താഴേക്ക് താഴ്ത്തിയിടാനും പറ്റൂലല്ലോ. ട്രെയിനിലാണെങ്കിൽ പിന്നെ നോക്കണ്ട, ഇരിക്കാനൊരു തുള്ളി സീറ്റ് ഉണ്ടാവില്ല. നിന്ന് മനുഷ്യൻ്റെ ഊപ്പാട് വരും. എന്തായാലും അതുപോട്ടെ, നമ്മളെന്തായാലും വടകര എത്തിപ്പെട്ടിട്ടുണ്ട്. അവിടെ നമ്മുടെ നല്ലൊരു ദേവു ഹോട്ടൽ ഉണ്ട് കേട്ടോ. നല്ല ഭക്ഷണമാണ് കേട്ടോ. അവിടെ ഇന്ന് ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ഫിഷ് ഫ്രൈയും നല്ല പാർട്സിൻ്റെ ഫ്രൈ ഒക്കെ കിട്ടും. പിന്നെ ഈയിടെയായിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കും നല്ല ഭാഗ്യമായതുകൊണ്ട് ഈ വക സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ എന്താക്കാൻ, ഈ കറികളൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ച് വയറ് നിറച്ച് വീട്ടിൽ പോയി.